നൈറ്റ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച 13ാമത് മസ്കത്ത് മാരത്തൺ സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന മസ്കത്ത് മാരത്തണിൽ 94 രാജ്യങ്ങളിൽ നിന്നായി 15,000-ൽ പരം പേർ പങ്കെടുത്തു. ആദ്യ ദിവസത്തേക്കാൾ ആവേശം പകരുന്ന കാഴ്ചകളായിരുന്നു രണ്ടാം ദിനം. ആദ്യ ദിനം മത്സരത്തിൽ പങ്കെടുക്കുന്ന താരങ്ങൾ മാത്രമാണ് അൽക്വയർ സ്ക്വയറിൽ എത്തിയതെങ്കിൽ രണ്ടാം ദിനം കുടുംബാംഗങ്ങളുമായാണ് ഏവരും മസ്കത്ത് മാരത്തണിന്റെ വേദിയിൽ എത്തിച്ചേർന്നത്. രണ്ടാം ദിനം പുലർച്ചെ 6:00 തുടങ്ങിയ 5 കിലോമീറ്റർ ഓട്ടത്തിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. പിന്നീട് കുട്ടികൾക്കായും ഫൺ റൺ വിഭാഗത്തിലും തുടർച്ചയായി മത്സരങ്ങൾ നടന്നു. ഒമാന്റെ വളർന്നുവരുന്ന ആഗോളാകർഷണത്തെയും സാംസ്കാരിക വൈവിധ്യത്തെയും പ്രതിഫലിപ്പിക്കുന്ന പ്രധാന കായിക ഇനമായി മസ്കത്ത് മാരത്തൺ മാറിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. ഹോസ്റ്റിംഗ് സ്ഥലങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും ഓട്ടക്കാർക്കും കാണികൾക്കും ഒരുപോലെ മികച്ച അനുഭവം സമ്മാനിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് ഈ വർഷവും അൽക്വയർ സ്ക്വയറിൽ മാരത്തൺ ഒരുക്കിയത്. ഇത് ഞങ്ങളുടെ ACS ആൻഡ് പേസേഴ്സ് എന്ന് പറഞ്ഞ ഒരു റണ്ണിങ് ഗ്രൂപ്പാണ്. ഇത് ഞങ്ങൾ ജസ്റ്റ് തുടങ്ങിയിട്ട് 2018 തുടങ്ങിയതാണ്. ഇന്ന് 200 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടേത്. ഇത് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും, വീട്ടമ്മമാരും, ജോലി ചെയ്യുന്ന ആൾക്കാരുമാണ് എല്ലാവരും ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ മാരത്തോണിൽ ഞങ്ങൾ 80 പേര് ഞങ്ങൾ ഓടിയിട്ടുണ്ട്. 42-ഉം 21-ഉം 10-ഉം 5-ഉം എല്ലാവരും എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ ഓടുന്നതാണ്. ഫ്രൈഡേ ഈവനിങ് എല്ലാ ആഴ്ചയിലും ഇവിടെ 5 മണി മുതൽ 7 മണി വരെ ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പറയുന്നത് ഫ്രൈഡേ ഫാമിലി റൺ എന്നാണ്. എല്ലാവർക്കും ഇവിടെ വരാം. ഇതിൻ്റെ യാതൊരു വിധത്തിലും നമ്മൾ പൈസ കാര്യങ്ങളൊന്നും മേടിക്കുന്നില്ല. കൈരളി ന്യൂസ്, ഒമാൻ. ഒമാനിലെ ഗാർഹിക തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും തൊഴിൽ ക്രമീകരണവും ലക്ഷ്യമാക്കി ഒമാൻ സർക്കാർ പുതിയ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചു. ഗാർഹിക തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നതടക്കമുള്ള പരിഷ്കരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഗാർഹിക തൊഴിലാളികൾക്ക് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ്, കൃത്യമായി നിർണയിച്ച ജോലി സമയം, നിയന്ത്രിത അവധി അവകാശങ്ങൾ എന്നിവ പുതിയ ചട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ മാസം ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രി പ്രൊഫസർ മഹദ് ബിൻ സയ്യിദ് ബാവൈൻ അറിയിച്ചു. ഗാർഹിക തൊഴിലാളികൾക്കും സമാന തൊഴിൽ മേഖലകളിലുള്ളവർക്കുമായി രൂപപ്പെടുത്തിയ നിയന്ത്രണ ചട്ടക്കൂട് നിബന്ധനകൾ കഠിനമാക്കുന്നതിനല്ലെന്നും തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള അവകാശ ബാധ്യത സന്തുലിതത്വം ഉറപ്പാക്കുന്നതിനാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഗാർഹിക തൊഴിലിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചാണ് ചട്ടങ്ങൾ രൂപപ്പെടുത്തിയത്. നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ, ജോലി സമയം കൃത്യമായി നിർണ്ണയിക്കൽ, വാർഷിക അവധി അവകാശങ്ങൾ എന്നിവ ഇതുവഴി ഉറപ്പാക്കുന്നു. സേവനാനന്തര ആനുകൂല്യങ്ങളിലും മാറ്റമുണ്ട്. ഓരോ സേവന വർഷത്തിലും പ്രതിമാസ വേതനത്തിന്റെ പകുതി എന്ന രീതിയിലാണ് ആനുകൂല്യം നിശ്ചയിച്ചിരിക്കുന്നത്. ഒമാനിലെ പൊതുതൊഴിൽ നിയമത്തിൽ പറയുന്ന 1 മാസത്തെ ശമ്പളത്തിന് പകരമാണ് 15 ദിവസത്തെ വേതനം ഗാർഹിക തൊഴിലാളികൾക്ക് ആനുകൂല്യമായി നിശ്ചയിച്ചത്. പുതിയ ചട്ടങ്ങൾ അന്താരാഷ്ട്ര തലത്തിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും തൊഴിൽ മാനദണ്ഡങ്ങളുമായി യോജിക്കുന്നതാണെന്നും മറ്റ് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ നിലവിലുള്ള രീതികളോട് ഒമാനിലെ നിയമങ്ങൾ കൂടുതൽ ചേരുന്നതാണെന്നും അധികൃതർ പറഞ്ഞു. ഗാർഹിക തൊഴിലാളികളെ സംബന്ധിച്ച പുതിയ ചട്ടങ്ങൾ ജനുവരിയിൽ പ്രാബല്യത്തിൽ വരുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. കൈരളി ന്യൂസ്, ഒമാൻ. ബഹിരാകാശ പര്യവേഷണത്തിനായുള്ള നാസയുടെ ആർടെമിസ് കരാറുകളിൽ ചേരുന്ന 61ാമത്തെ രാജ്യമായി ഒമാൻ മാറുന്നു. ഒമാനിലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക, ഡിജിറ്റൽ സ്വാധീനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ഒമാൻ കഴിഞ്ഞ നവംബർ അവസാന വാരം ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസുമായി കരാർ ഒപ്പുവച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായി നാസയും ആർടെമിസ് കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ ഒമാൻ ഒരുങ്ങുന്നു. ഈ കരാറോടെ ചന്ദ്രനിലും അതിനപ്പുറം സുരക്ഷിതത്വവും സുസ്ഥിരവുമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര ചട്ടക്കൂടിന്റെ ഭാഗമായി ഒമാൻ മാറും. ഇന്ന് വരെ 60 രാജ്യങ്ങൾ ആർടെമിസ് കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കും അതിനപ്പുറവും രാജ്യങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ പര്യവേക്ഷണം കൂടുതൽ ശക്തമാക്കുമെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരഡ് ഐസക്മാൻ പറഞ്ഞു.